രോഗബാധിതരായ സസ്യങ്ങൾ ഫലം നൽകാതെ കരിഞ്ഞുണങ്ങി നശിക്കുന്നത് ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ്. മനുഷ്യരെ ചികിത്സിക്കാൻ മാത്രമല്ല, സസ്യങ്ങളെ ചികിത്സിക്കാനും ഒരു ആശുപത്രി എന്ന ഒരു പുതിയ ആശയമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. വിളകൾക്കായി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഒരുക്കിയിരിക്കുകയാണ് കേരള കാർഷിക സർവകലാശാല. സസ്യരോഗ നിർണയ നിയന്ത്രണ മേഖലകളിൽ അതിനൂതന സാങ്കേതിക വിദ്യകളോടെ വെള്ളായണി കാർഷിക കോളേജിലാണ് ഉന്നത സസ്യരോഗ ഗവേഷണ നിർണയ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കർഷകർക്ക് അവരുടെ കാർഷിക പ്രശ്നങ്ങൾ നേരിട്ട് ശാസ്ത്രജ്ഞനുമായി ചർച്ച ചെയ്യാനും രോഗകീടം ബാധിച്ച സസ്യഭാഗങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ തേടാനും ഈ കേന്ദ്രത്തിലൂടെ സാധ്യമാകും. സസ്യരോഗങ്ങളെ കൂടാതെ കീടബാധകൾ, പോഷക മൂലകങ്ങളുടെ കുറവ് എന്നിവയുടെ നിർണയവും നിയന്ത്രണവും ഇവിടെ ലഭ്യമാണ്. പ്രധാനമായും 3 ലാബുകളാണ് ഇവിടെയുള്ളത്. ന്യൂക്ലിക് ആസിഡ് ലാബ്, പ്രോട്ടീൻ ലാബ്, ടിഷ്യൂ കൾച്ചർ ലാബ്. വിളകൾക്ക് പ്രധാനമായും ഉണ്ടാകുന്ന വൈറരോഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് എലേസ. ഇത് എലേസ റീഡറാണ്. ടെസ്റ്റിന് ശേഷം നമുക്ക് കിട്ടിയ സാമ്പിൾ വൈറരോഗമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫൈനൽ സ്റ്റേജിൽ എലേസ റീഡർ ഉപയോഗിച്ച് നമ്മൾ ഒരു കളർ ചേഞ്ചിലൂടെ ഇത് തിരിച്ചറിയുന്നു. ഇത് എലേസ പ്ലേറ്റ് ആണ്. ഇതിൽ 96 വെൽസ് ഉണ്ട്. ഇതിൽ നമ്മുടെ ഹെൽത്തി സാമ്പിളും ഡിസീസ്ഡ് സാമ്പിളും ആഡ് ചെയ്തതിന് ശേഷം സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കളർ ചേഞ്ചിലൂടെയാണ് നമ്മൾ രോഗമുണ്ടോ ഇല്ലയോ തിരിച്ചറിയുന്നത്. ന്യൂക്ലിക് ആസിഡ് ലാബാണ്. ഈ ലാബിൽ ഉപയോഗിക്കുന്ന 2 പ്രധാന എക്യുപ്മെൻറ്റ്സ് ആണ് ജെൽഡോക് സിസ്റ്റവും PCR മെഷീനും. ജെൽഡോക് എന്ന് പറയുന്നത് ഐസൊലേറ്റ് ചെയ്ത DNA RNA ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് DNA പ്രൊഫൈൽ പിക് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇമേജിംഗ് സിസ്റ്റമാണ് ജെൽഡോക്. ഈ കാണുന്ന അത്തരത്തിലുള്ള DNA പ്രൊഫൈലാണ്. സൈഡിൽ കാണുന്നത് സ്റ്റാൻഡേർഡ് DNA മോളിക്കുലർ മാർക്കേഴ്സും ഇത് നമ്മുടെ സാമ്പിളിലെ DNA ഐസൊലേറ്റ് ചെയ്തതുമാണ്. ഈ സ്റ്റാൻഡേർഡ് DNA മോളിക്കുലർ മാർക്കേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ സാമ്പിളിലെ DNAയുടെ മോളിക്കുലർ വെയ്റ്റ് സ്ഥിരീകരിക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് PCR മെഷീൻ. ഇത് നമ്മുടെ സാമ്പിളിൽ ഐസൊലേറ്റ് ചെയ്ത DNA RNA അത് ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ആണ് PCR മെഷീൻ. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് സാംക്രമിക രോഗങ്ങൾ പകരുന്ന പോലെ തന്നെയാണ് സസ്യരോഗ വ്യാപനത്തിന്റെ കാര്യവും. രോഗം ബാധിച്ച നടീൽ വസ്തുക്കളിലൂടെയാണ് ഇന്ന് പലപ്പോഴും പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നത്. രോഗമുക്തമായ നടീൽ വസ്തുക്കൾ സുലഭമായി ഉത്പാദിപ്പിച്ച് അവ കർഷകർക്ക് നൽകിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ. ഇത്തരം ആരോഗ്യമുള്ള നടീൽ വസ്തുക്കളുടെ വാണിജ്യ ഉത്പാദനവും ഈ ആതുരാലയത്തിൽ നടക്കുന്നു. ഇതിനുവേണ്ടി മാത്രം ഇവിടെ ഒരു ടിഷ്യൂ കൾച്ചർ ലാബ് സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇറക്കുമതി ചെയ്യുന്ന നടീൽ വസ്തുക്കളുടെ രോഗബാധ പരിശോധന ചെയ്യാനും രോഗമുക്തി ഉറപ്പാക്കുന്ന സാക്ഷ്യപത്രം നൽകാനും ഈ ചികിത്സാലയത്തിന് അധികാരമുണ്ട്. രോഗബാധിതമായ സാമ്പിളുകൾ ശാസ്ത്രീയമായി പരിശോധിക്കാനും തക്കതായ പ്രതിവിധികൾ നിർദ്ദേശിക്കാനും കഴിയും. സസ്യരോഗശാസ്ത്രം, കീടശാസ്ത്രം, കാർഷിക സൂക്ഷ്മ ജൈവശാസ്ത്രം, നിമാവിരശാസ്ത്രം, കൃഷിശാസ്ത്രം, കാർഷിക വിജ്ഞാന വ്യാപനം തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രാവീണ്യമുള്ള ശാസ്ത്രജ്ഞർ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നു. വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ കെ ഉമാ മഹേശ്വരനാണ് സസ്യരോഗ ആശുപത്രിയുടെ മേധാവി. അതായത് കാർഷിക കേരളത്തിൻ്റെ ഒരു റഫറൽ ലാബ് എന്നോണം കർഷകർക്ക്
അവരുടെ സാമ്പിളുകൾ കൊണ്ടുവരികയും അതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ ശുപാർശ ചെയ്ത് കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ സസ്യരോഗനിർണയ ഗവേഷണ കേന്ദ്രം. ഇതിൽ പ്രധാനമായിട്ടും കർഷകർക്ക് ശാസ്ത്രജ്ഞരുമായിട്ട് സംവാദം നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ശുപാർശകൾ നമ്മൾ ശുപാർശ ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണ് ഈ സെൻറ്ററിൻ്റെ പ്രധാന ലക്ഷ്യം. അതായത് സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളെയും നിർണ്ണയിക്കാനുള്ള ലാബുകൾ, അതുപോലെ തന്നെ തന്മാത്ര തരത്തിലുള്ള ഗവേഷണങ്ങൾ ചെയ്യാനായിട്ടുള്ള ലാബ്, പുതിയ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി സാങ്കേതിക വിദ്യകളോടുകൂടി പുതിയ ജൈവ സാങ്കേതിക വിദ്യയോടുകൂടി തന്നെ ഈ രോഗങ്ങളെ നിർണ്ണയിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ പരിശോധിച്ച് ആ സാമ്പിളുകൾ പരിശോധിച്ച് കർഷകരെ ബോധവാന്മാരാക്കി അത് രോഗമാണോ കീടമാണോ എന്ന് അവരെ ബോധവൽക്കരിച്ചതിന് ശേഷം മാത്രമാണ് ശുപാർശകൾ കൊടുക്കുന്നത്. രോഗബാധിത സസ്യങ്ങളുടെ സാമ്പിളുകൾ ഇവിടെ ഒരു ഹെർബേറിയം തയ്യാറാക്കിയിട്ടുണ്ട്. കർഷകർ അവർ കൊണ്ടുവരുന്ന സാമ്പിളുകളെ ഇതുമായി താരതമ്യം ചെയ്ത് അവർക്ക് സ്വയമേ സസ്യരോഗങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. സസ്യരോഗങ്ങളെയും രോഗകാരികളെയും മുൻകൂറായി നിർണയിച്ച് അവയുടെ നിയന്ത്രണവും പകർച്ചാ പ്രവചനവും ഫലത്താക്കി രോഗനിയന്ത്രണത്തിന് അനുകൂല സാഹചര്യമൊരുക്കുന്നു. സംസ്ഥാനത്തെ കാർഷിക വിളകളെ പുതിയ രോഗകീടബാധകളിൽ നിന്നും സംരക്ഷിക്കാൻ ഈ കേന്ദ്രം സഹായകമാകും. ഇതൊരു കർഷകൻ കൊണ്ടുവന്ന പാഷൻ ഫ്രൂട്ടിലെ കുമിൾ രോഗം ബാധിച്ച ഭാഗത്തു നിന്നെടുത്ത കൾച്ചറാണ്. ഇതൊരു ഫംഗസ് ആണെന്നാണ് ഇവിടെ നിർണ്ണയിച്ചിരിക്കുന്നത്. കൊളിറ്റോട്രിക്കം എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ ഒരു കർഷകൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും ആയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരു ഏകജാലക സംവിധാനം എന്നുള്ള രീതിയിലാണ് ഒരു ഉന്നത സസ്യരോഗ നിർണയ സ്ഥാപനം ഇവിടെ തുടങ്ങിയിരുന്നത്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയത്. കാരണം ഇങ്ങനൊരു ആവശ്യമുണ്ട്, ഇങ്ങനൊരു ഏകജാലക സംവിധാനത്തിനോടുകൂടി സസ്യരോഗ നിർണയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാനിംഗ് ബോർഡിൻ്റെയും കൂടി സഹായത്തോടു കൂടിയാണ് ഇങ്ങനൊരു സ്ഥാപനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ചിന്തിച്ചതും. ഏതാണ്ട് 2-2.5 കോടി രൂപയുടെ ചിലവഴിച്ചുകൊണ്ട് വളരെ എന്താ പറയുക ഹൈടെക് ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങി ഇതൊരു ഈ പ്ലാന്റ് ഡിസീസ് ഡയഗ്നോസിസ് പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് ഉദ്ഘാടനം കഴിഞ്ഞു. ഇതൊരു കർഷകർ നേരിട്ട് തന്നെ ഇവിടെ വരികയും അവർക്ക് വേണ്ട രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് ഉപദേശങ്ങൾ ഇവിടെ നിന്ന് സ്വീകരിക്കാനും സാധിക്കും. ഇതൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം കൃഷിക്കാരുമായിട്ട് നേരിട്ട് ഇടപെടാനുള്ള ഒരു വഴിയായിട്ടാണ് നമ്മൾ ഈ സ്ഥാപനത്തെ കണക്കാക്കുന്നത്. സാധാരണഗതിയിൽ കർഷകർ ഒരു കോളേജിലോട്ട് വരികാനും അത് വിദഗ്ധരുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകരുമായിട്ടൊക്കെ ചർച്ച ചെയ്യാനും ഒരു മടി സാധാരണഗതിയിൽ കാണിക്കാറുണ്ട്. കൃഷിഭവനിലോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ പോകുന്നതിന് അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷേ ഒരു കാർഷിക ഗവേഷണ കേന്ദ്രത്തിലോ ഒരു കാർഷിക കോളേജിലോ വരാൻ സാധാരണഗതിയിലൊരു താല്പര്യം കുറവ് കാണിക്കുന്നത് ആ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കാനും ജനങ്ങളുടെ ഇടയിൽ നേരിട്ട് ഇടപെടാനുമുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഈ സ്ഥാപനത്തെ കാണാൻ പറ്റും. കർഷകർക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും അഗ്രികൾച്ചർ ഓഫീസർമാർക്കും ട്രെയിനിങ്ങും സെമിനാറും നൽകുന്നതിന് വേണ്ടിയുള്ള സെമിനാർ ഹാളാണിത്. ഏകദേശം 100 പേർക്കോളം ഒരേ സമയം ഇവിടെ ഇരുന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പ്രൊജക്ടറും അതോടൊപ്പം തന്നെ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കർഷകർക്ക് വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന പല രോഗങ്ങൾക്കും ഇന്നൊരു പരിഹാരമായിട്ടാണ് ഈ ആശുപത്രി നിലനിൽക്കുന്നത്. ഒരു കർഷകൻ്റെ വാക്കുകളിലൂടെ ഇവിടുത്തെ ആശുപത്രി കൊണ്ട് കീടങ്ങളെല്ലാം നശിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ ഉപയോഗമാണ്. കീടങ്ങൾ ഉള്ള ഭാഗം കൊണ്ടൊന്നും ഇവിടെ ആശുപത്രി കൊണ്ട് കാണിക്കുകയും
അത് ഇവിടുന്ന് സാറ് നമുക്ക് നല്ല രീതിയിലുള്ള പ്രതിവിധിയായ രീതിയിൽ നമുക്ക് ആ ഭാഗത്തിനുള്ള മരുന്നുകൾ പറഞ്ഞു തരാനും പൂർണ്ണമായി ഇവിടുന്ന് തരുന്ന മരുന്നിൻ്റെ അനുസരിച്ച് സാറ് എഴുതി തരുന്ന മരുന്നിൻ്റെ തീരുമാനം അനുസരിച്ച് നമുക്ക് കൃഷിക്ക് നല്ല അനുയോജ്യമായ രീതിയിലുള്ള കിട്ടുന്നുണ്ട്. കർഷകർക്ക് അവരുടെ കാർഷിക പ്രശ്നങ്ങൾ ശാസ്ത്രജ്ഞരുമായി നേരിട്ട് ചർച്ച ചെയ്യാനും അനുയോജ്യമായ പ്രതിവിധികൾ തേടാനും സഹായിക്കുന്ന ഈ രോഗനിർണയ കേന്ദ്രം ഏവർക്കും പ്രയോജനപ്പെടട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം ഉന്നത സസ്യരോഗ നിർണയ ഗവേഷണ കേന്ദ്രം, വെള്ളായണി കാർഷിക കോളേജ്, തിരുവനന്തപുരം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447888948 0471 2388 051. സ്വാദിഷ്ടവും പോഷകപ്രദവും നാവിന് നവരുചിയുമേകുന്ന ഒരു വിശിഷ്ടാഹാരമാണ് കൂൺ. സംരക്ഷക ആഹാരമായ കൂണിന് പോഷകഗുണത്തിന് പുറമെ ഒട്ടനവധി ഔഷധ ഗുണങ്ങളുമുണ്ട്. ചെറിയ മുതൽ മുടക്കിലൂടെയും ലളിതമായ പരിപാലനത്തിലൂടെയും വലിയൊരു ആദായം കൊയ്യാൻ സഹായിക്കുന്ന കൂൺ കൃഷി ഇന്ന് കർഷകർക്കിടയിൽ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കൂണിനെ പറ്റിയുള്ള ഗവേഷണത്തിനും കൂൺ കൃഷിക്ക് വേണ്ടിയുള്ള പരിശീലനത്തിനുമായി വെള്ളായണി കാർഷിക കോളേജിൽ ഒരുക്കിയിരിക്കുന്ന അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് സ്പോൺ അഥവാ ഇതിൻ്റെ വിത്ത്. ഒരു പാക്കറ്റ് സ്പോൺ ഉണ്ടെങ്കിൽ നമുക്ക് 2 ബെഡ് ഇടാം. ബെഡ് ഇടാനായിട്ട് നമ്മൾ പോളിത്തീൻ കവറാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ആ പോളിത്തീൻ കവർ 2 സൈഡും കീഴ്ത്ത ഉള്ളതാണ്. അത് അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഒന്ന് ചരട് വെച്ചൊന്ന് കെട്ടിയിട്ട് അതിന് മറിച്ചിടുക. എന്നിട്ട് വൈക്കോല് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു 40 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കിയ വൈക്കോലാണ്. ഈ വൈക്കോലിന് നമുക്ക് ഒരു ലെയർ, ആദ്യത്തെ ലെയർ ഈ ചുമ്മാടും കെട്ടുന്ന മാതിരി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ആദ്യത്തെ ഒരു അട്ടി ഇടുക. എന്നിട്ട് ഒരു പിടി സ്പോൺ അതിൻ്റെ ചുറ്റും ഒന്ന് ഇടുക. ലെയർ വൈക്കോല് ഇടുക. എന്നിട്ട് പിന്നെയും നമ്മൾ അതിൻ്റെ വിത്ത് വിതർന്നു സൈഡിലാണ് എപ്പോഴും ഇത് വിത്ത് ഇടുന്ന ചിപ്പിക്കൂണ്ടതായതുകൊണ്ട്. ഇതിന് എത്ര ലെയർ അങ്ങനെയുണ്ടോ? ഒരു 4 ലെയർ, മിനിമം ഒരു 4 ലെയർ നമ്മൾ ഇടുന്നു. ഓരോ തവണയും ഇടുമ്പോഴത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ടൈറ്റായിട്ട് ഇതിന് പ്രസ് ചെയ്ത് കൊടുക്കണം. അവസാനത്തെ ലെയർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നിറച്ച് ടോപ്പിൽ എല്ലായിടത്തുമായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ വിത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ ഇതിനെ ഒന്ന് കെട്ടണം. നല്ല പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞ് ഈ ബെഡിൽ ഒരു മുട്ടുസൂചി ഉപയോഗിച്ച് നമുക്ക് ഒരു 10-40 ഹോൾസ് ഇട്ട് കൊടുക്കണം. കാരണം വായു സഞ്ചാരം വേണമല്ലോ ഇത് മൈസീൽ വളർന്ന് വരാനായിട്ട്. അതുകൊണ്ട് ഒരു 10-40 ഹോൾസ് നിറച്ച് ഇടുക. ഒരു ഇരുട്ട് ഉള്ള സ്ഥലത്ത് വയ്ക്കുക. അപ്പോഴത്തേക്ക് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇയോസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണെങ്കിൽ ഒരു 12 ദിവസം കൊണ്ട് തന്നെ അത് പുറത്ത് ചാടും. അതിൻ്റെ പിങ്ക് ഹെഡ്സ് ചെറുതായിട്ടുള്ള ബട്ടൺസ് പുറത്ത് ഇങ്ങനെ വരുന്ന കാണാം. അപ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ള, അതായത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെളിച്ചത്തിൽ വെയിലിൽ വെക്കാൻ പാടില്ല. ഇത്തിരി ഒന്ന് ഒരു വെളിച്ചം ഒരു എയറേഷനൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ വെക്കുക. മൈസീലിയൽ റൺ ആയി കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് 14 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വെള്ളം തളിച്ച് കൊടുക്കണം. വെള്ളം തളിച്ച് കൊടുക്കുമ്പോൾ ഒരു 3-4 ദിവസത്തിനകം ഈ മഷ്റൂംസ് എല്ലാം വലുതായിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ഈ പ്രോജക്റ്റിൻ്റെ കീഴിൽ നമുക്ക് ചിപ്പിക്കൂൺ കൃഷി ചെയ്യുന്നുണ്ട്, പാൽക്കൂൺ കൃഷി ചെയ്യുന്നുണ്ട്. മറ്റ് ഒരു ശീതകാല കൂണായ ലെൻഡൈനസും ഞങ്ങൾ കൃഷി ചെയ്യുകയാണ്. പിന്നെ അതിന് പുറമേ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ബോട്ടിലിൽ മഷ്റൂം കൃഷി ചെയ്യാറുണ്ട്. റെഗുലറായിട്ട് ഞങ്ങൾ ഇവിടെ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. വീട്ടമ്മമാർക്കും പിന്നെ റെസിഡൻസ് അസോസിയേഷൻ ആൾക്കാർക്കും പിന്നെ VHSC സ്കൂളിലെ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ട്രെയിനിങ് നടത്തുന്നുണ്ട്. റിസർച്ചിലാണെങ്കിൽ PG സ്റ്റുഡൻസ് ഉണ്ട്. അവർ ബട്ടൺ മഷ്റൂമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ലെൻഡൈനസിൽ വർക്ക് ചെയ്യുന്ന സ്പോൺ ഞങ്ങൾ 40 രൂപ വെച്ചാണ് വിൽക്കുന്നത്. ഒരു സ്പോൺ ഉണ്ട് നമുക്ക് 2 ബെഡുകൾ ഇടാവുന്നതാണ്, മഷ്റൂമിൻ്റെ ബെഡുകൾ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ മഷ്റൂം ബെഡ് റെഡി ടു സെയിൽ മഷ്റൂം ബെഡുകൾ വിൽക്കുന്നുണ്ട്. കൂൺ
നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. കൂണുകൾ ഉപയോഗിച്ച് ഒട്ടനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. വലിയ മുതൽ മുടക്കോ വിശാലമായ കൃഷിയിടമോ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ ശാസ്ത്രീയപരമായി ചെയ്യാവുന്ന ഒരു സംരംഭമാണ് കൂൺ കൃഷി. കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതി, കാർഷിക കോളേജ്, വെള്ളായണി, തിരുവനന്തപുരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാധ്യമ ശില്പശാല ഈ മാസം 28-ന്. വിവിധ കാർഷിക വിഷയങ്ങളിൽ പരിശീലനം. റബ്ബർ സംസ്കരണം, തരംതിരിക്കൽ എന്നിവയിൽ റബ്ബർ ബോർഡിന്റെ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. അച്ചടി, ദൃശ്യ, ശ്രാവ്യ മാധ്യമരംഗം കാർഷിക മേഖലയിലുണ്ടായ വികസന പ്രവർത്തനങ്ങളെ മാധ്യമ ശില്പശാലയിലൂടെ അവലോകനം ചെയ്യുവാനും കാർഷിക മാധ്യമ രംഗത്തെ പുത്തൻ പ്രവണതകൾ പങ്കുവയ്ക്കാനും ഈ മാസം 28-ന് ശില്പശാല സംഘടിപ്പിക്കുന്നു. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്ത് കവടിയാറുള്ള ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ കെ മുരളീധരൻ MLA-യുടെ അധ്യക്ഷതയിൽ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. കൃഷിയും മാധ്യമങ്ങളും കാർഷിക മേഖല വികസനത്തിന്റെ പാതയിൽ എന്നീ 2 സെമിനാറുകൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. മാധ്യമരംഗത്തെ പ്രമുഖർ ശില്പശാലയിൽ പങ്കെടുക്കും. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സദാനന്ദപുരത്ത് പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിവിധ കാർഷിക വിഷയങ്ങളിൽ പരിശീലനം നടത്തുന്നു. ഡിസംബർ 28-ന് തേനീച്ച വളർത്തലിനെ സംബന്ധിച്ചും 29-ന് കൂൺ കൃഷിയെ സംബന്ധിച്ചും 30-ന് പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചും ഏകദിന സൗജന്യ പരിശീലന പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണവും ദിനബത്തയും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവിയുമായി ബന്ധപ്പെടുക. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0474 266 3599. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ കീഴിൽ ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി, കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ, പാലക്കാട് ജില്ലയിലെ ധോണി എന്നീ ഫാമുകളിൽ പ്രവർത്തിക്കുന്ന ബീജോൽപാദന കേന്ദ്രങ്ങൾ കേന്ദ്ര കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പിന്റെ 2016-2017 എ ഗ്രേഡ് ബീജോൽപ്പന്ന കേന്ദ്രമെന്ന ബഹുമതി ലഭിച്ചു. ഇത് 2ാം തവണയാണ് കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് ഈ ബഹുമതി ലഭിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ക്ഷീര വികസന മൃഗസംരക്ഷണ ഫിഷറീസ് വകുപ്പ് സെക്രട്ടറി ശ്രീ ദേവേന്ദ്ര ചൌധരി IAS KLD ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസ് ജെയിംസിന് അംഗീകാരപത്രം കൈമാറി. ഇതോടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകാളകളുടെ ബീജം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിതരണം നടത്തുന്നതിനുള്ള അനുമതി ഉണ്ടായിരിക്കും.
റബ്ബർ ഷീറ്റ് സംസ്കരണം, തരംതിരിക്കൽ എന്നിവയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. 2017 ജനുവരി 5, 6 തീയതികളിൽ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തുന്ന പരിശീലനത്തിന്റെ ഫീസ് 1000 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം ഫീസിൽ 50% ഇളവ് ലഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ഫീസ് അടച്ചതിന്റെ രേഖയും അപേക്ഷകന്റെ ഫോൺ നമ്പറും സഹിതം ഇനി പറയുന്ന ഇമെയിലിലോ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടോ അപേക്ഷിക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം training@rubberboard.org.in. വിലാസം: പരിശീലന ഫീസ് ഡയറക്ടർ, ട്രെയിനിംഗ്, റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം 686009. ഫീസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും ശാഖയിൽ അടയ്ക്കാവുന്നതാണ്. IFC കോഡ് CBIN 0284156. മണി ഓർഡറായോ ഡിമാൻഡ് ഡ്രാഫ്റ്റായോ ഇനി പറയുന്ന അക്കൗണ്ടിൽ ഫീസ് അടയ്ക്കാം. അക്കൗണ്ട് നമ്പർ 1450300184. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 048123533325. മറ്റൊരു നമ്പർ 2353127. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ താവനൂർ കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ നെല്ലിന്റെ സംസ്കരണത്തെക്കുറിച്ചും ഉമി ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെ സംബന്ധിച്ചും പരിശീലനത്തിന് അവസരമുണ്ട്. കൂടാതെ നെല്ല് ഉണക്കുന്നതിനുള്ള യന്ത്രങ്ങൾ, നെല്ല് ആവി കയറ്റുന്നതിനുള്ള യന്ത്രങ്ങൾ, ഉമി കളയുന്നതിനും തവിട് നീക്കം ചെയ്യുന്നതിനുമുള്ള നിരവധി യന്ത്രങ്ങളെ പരിചയപ്പെടുന്നതിനും ഇവിടെ അവസരം ഒരുക്കിയിരിക്കുന്നു. ഇതോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന കർഷക സഹായ കേന്ദ്രം പുതുസംരംഭകരെ ആകർഷിക്കുന്നതിനു വേണ്ടി പരിശീലന പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 049426866214. വെള്ളായണി കാർഷിക കോളേജിലെ അനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിലും അഗ്രികൾച്ചറൽ എക്കണോമിക്സ് വിഭാഗത്തിലും ഓരോ ടീച്ചിംഗ് അസിസ്റ്റന്റ്മാരെയും, പ്ലാൻ പത്തോളജി വിഭാഗത്തിൽ 2 ടീച്ചിംഗ് അസിസ്റ്റന്റ്മാരെയും ദിവസവേതന നിരക്കിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ജനുവരി 4 വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രതിദിനം 1400 രൂപ നിരക്കിൽ പ്രതിമാസ വേതനം 35,000 രൂപ. 4 ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പരമാവധി 1 വർഷ കാലയളവിലേക്കാണ് നിയമനം. മേൽപ്പറഞ്ഞതിൽ PhD അഭിലഷണീയം. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തിരുവനന്തപുരത്തുള്ള വെള്ളായണി കാർഷിക കോളേജ് ഡീനിന്റെ ഓഫീസിൽ ജനുവരി 4 മുൻപ് ഹാജരാക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.kau.edu.in. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,800 രൂപ, കോഴിക്കോട് 11,900, തൃശൂർ 10,600. കൊപ്ര കൊച്ചി 7,260, കോഴിക്കോട് 7,500, തൃശൂർ 7,130. കുരുമുളക് അൺഗാർബിൾ 67,200, ഗാർബിൾ 70,200. ചുക്ക് മീഡിയം 13,500, ബസ്റ്റ് 14,500. മഞ്ഞൾ സേലം 9,500, ഈറോഡ് 10,000. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000, RSS 4ാം ഗ്രേഡ് 13,600. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,600 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 10,800 രൂപ, കൊപ്ര 7,260, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000, പിണ്ണാക്ക് റോട്ടറി 2,500. കുരുമുളക് അൺഗാർബിൾ 67,200, ഗാർബിൾ 70,200. ചുക്ക് മീഡിയം 13,500, ബസ്റ്റ് 14,500, മഞ്ഞൾ നാടൻ 11,500. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 245-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 425-നും 450-നും മധ്യേ. ജാതിപത്രി 500-നും 875-നും മധ്യേ. ഗ്രാമ്പു 795. റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,600. ഒട്ടുപാൽ 9,500, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. ക്രിസ്തുമസിന് മുമ്പായി തന്നെ പുതിയ കുരുമുളക് കൂടുതലായി വിൽപ്പനയ്ക്കിറക്കാനുള്ള ശ്രമത്തിലാണ് ഒരു വിഭാഗം കർഷകർ. ചുരുങ്ങിയ ദിവസം കൊണ്ട് ഉൽപ്പന്ന വില ക്വിൻ്റലിന് 800 രൂപ ഇടിഞ്ഞത് കർഷകരെ തിരക്കിട്ട വിൽപ്പനയിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. ആഭ്യന്തര വ്യാപാരികൾ നിരക്ക് താഴ്ത്താൻ ശ്രമം നടത്തി. ഏലക്കയോടുള്ള താൽപര്യം ആഭ്യന്തര വ്യാപാരികൾ നിലനിർത്തി.
ഇന്ന് കുമിളിയിൽ നടന്ന ലേലത്തിൽ മൊത്തം 76,104 കിലോ ഏലക്ക ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 1,380 രൂപയിലും ശരാശരി ഇനങ്ങൾ 1,166 രൂപയിലുമാണ് കയറ്റുമതി നടത്തിയത്. മുഖ്യ വിപണികളിലേക്ക് ഗ്രാമീണ മേഖലയിൽ നിന്ന് കൂടുതൽ റബ്ബർ വിൽപ്പനയ്ക്കിറങ്ങിയെങ്കിലും ടയർ കമ്പനികൾ ഷീറ്റ് വിലയിൽ കാര്യമായ മാറ്റം വരുത്തിയില്ല. കൊപ്രയാട്ട് വ്യവസായികൾ എണ്ണ വിറ്റഴിക്കാൻ മത്സരിച്ചതുമൂലം കേരളത്തിലെ പ്രമുഖ വിപണികളിൽ വെളിച്ചെണ്ണ വില താഴ്ന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.2, 24.2. കൊച്ചി 34.1, 23.2. ആലപ്പുഴ 34.4, 24.6. പുനലൂർ 35.5, 22. തിരുവനന്തപുരം കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.